ഇതിന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കെടുത്തുകൊണ്ടൊന്ന് നാളെ മുതൽ എന്നെ കൊല്ലാൻ നടക്കണ്ട. രാകേഷ് പറഞ്ഞത് ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ. ആ നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയും, പറയുന്ന സത്യമേ പറയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഞാൻ അച്ഛനറിയാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ തെളിയും. അത്ര എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യമാണ്, ടാക്സ് കൂടുതലാണ്. ഞാൻ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 100-ൽ താഴെ, ഏതാണ്ട് 50-ൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിലും നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്ത